രാജി ചന്ദ്രശേഖരന്റെ വാക്കുകളെ ഞങ്ങൾക്ക് വിശ്വാസമാണെന്ന് കോവളം NDA സ്ഥാനാർത്ഥി TN സുരേഷ്. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും ഇത്തവണ കോവളത്ത് താമര വിരിയുമെന്നും അദ്ദേഹം അമൃത വാർത്തകളോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പ്രചരണ തിരക്കിലാണ്. ഇന്ന് അമൃത TVയോടൊപ്പം ചേരുന്നത് കോവളത്തെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള TN സുരേഷാണ്. ഈ പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമൊക്കെ എങ്ങനെയാണ്? പ്രചരണം വളരെ ഭംഗിയായിട്ട് പോകുന്നു. എനിക്ക് പ്രചരണത്തിന് വളരെ കുറച്ച് ചുരുക്കം ദിവസങ്ങളെ കിട്ടിയുള്ളൂ. പക്ഷേ വലിയ സ്വീകാര്യതയാണ് ആൾക്കാരുടെ ഇടയിൽ നിന്ന് കിട്ടുന്നത്. ശരിക്കും സാധാരണ ഇടത് ഭരിക്കും, അത് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ അടുത്തുള്ളൊരു തരംഗമാണ് വരുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ളൊരു BJP തരംഗമാണ് എനിക്ക് ആൾക്കാരുടെ ഇന്ന് മനസ്സിലാവുന്നത്. മറ്റു ഇടതിലും വലതിലുമുള്ള അനുഭാവികൾ പോലും ഇവിടെ മോദിജിയുടെ വരുന്ന ഒരു സർക്കാർ ഇവിടെ വരണം, ഇവിടെ അങ്ങനെ അത്തരത്തിലുള്ളൊരു ഭരണം വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് കൂടുതൽ ആൾക്കാർ പ്രകടിപ്പിക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് വലിയ രീതിയിലുള്ള താല്പര്യമാണ് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ മോദിജി ഫാക്ടറിനോടുള്ളത്. കാരണം അവരുടെ നയങ്ങൾ തന്നെയാണ്, വിദ്യാഭ്യാസ നയം മറ്റു നയങ്ങളും തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു സ്വീകാര്യത നമുക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനൊക്കെ തന്നെ UDFനൊപ്പം നിന്ന മണ്ഡലമാണ് കോവളം. അതുപോലെ തന്നെ എതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ ശക്തരാണ്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ആശങ്കയുണ്ടോ BJPക്ക്? BJP ഞാൻ പുതിയൊരു സ്ഥാനാർത്ഥിയല്ല. ഞാൻ 2016 നിന്ന് മത്സരിച്ച വ്യക്തിയാണ്. അന്ന് ഞാൻ 32,000 വോട്ട് പിടിച്ചു NDA നിന്നുകൊണ്ട്. അപ്പോൾ അന്ന് 2016 ഇപ്പോൾ 2026 എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള വളർച്ചയാണ് ഉണ്ടായത്. 2014 മോദിജിയുടെ സർക്കാർ വരുന്നത്. അപ്പോൾ അതിൽ ഇന്ത്യയിൽ മൊത്തം വരുത്തിയ വികസനം, അതൊക്കെ വലിയ രീതിയിലുള്ള പ്രയോജനങ്ങൾ, അതായത് മോദി ഫാക്ടറി വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഇവിടെ കേരളത്തിൽ മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് തന്നെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള, വിവിധ രാഷ്ട്രീയ പാർട്ടിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയായിരിക്കും കേരളം കാണുന്നത്. ഈ പ്രചരണത്തിന് എന്തൊക്കെ വിഷയങ്ങളാണ് മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്താ വികസനത്തിൻ്റെ കാര്യമാണോ? വികസനത്തിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പോലും ഇവിടെ ചെയ്തിട്ടില്ല. ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് നോക്കിയാലും, റോഡിൻ്റെ, ഡ്രെയിനേജിൻ്റെ, പലയിടത്തും വെള്ളം പൊങ്ങുന്നു, ഇങ്ങനെ 100 പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ആദ്യം ക്ലിയർ ചെയ്തിട്ട് വേണം പിന്നെ വികസനത്തിൻ്റെ കാര്യത്തിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കീറിയ പറഞ്ഞ പുസ്തകം പോലെയാണ് കിടക്കുന്നത്. ഇതിനെല്ലാം ഇപ്പോൾ കോർപ്പറേഷൻ കണ്ടില്ലേ, കോർപ്പറേഷനിൽ 5 വർഷത്തെ ഒരു പ്ലാൻ ഇട്ട് അതനുസരിച്ച് വർക്ക് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർക്കറിയാം ഇപ്പം കോർപ്പറേഷനിൽ ഇതുവരെ എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്, ഇപ്പോഴെങ്ങനെയാണ്. അപ്പോൾ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ തൊട്ട് ഒന്നേയും തുടങ്ങണം. ഇവിടെ റോഡ് ഏത് നോക്കിയാലും വേസ്റ്റ് മാനേജ്മെൻറ്റ്, ആരോഗ്യ പ്രശ്നം എല്ലാം ഇവിടെ പ്രോബ്ലമാണ് ഇപ്പോൾ. അപ്പോൾ ഇതെല്ലാം മാറണമെന്നുണ്ടെങ്കിൽ അത് BJP വഴി മാത്രമേ, BJPയുടെ സർക്കാർ വന്നാൽ മാത്രമേ മാറുള്ളൂ, അല്ലെങ്കിൽ BJPയുടെ MLA വന്നാൽ മാത്രമേ വരികയുള്ളൂ എന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. കോവളം എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ടൂറിസം കേന്ദ്രമാണ്. അപ്പോൾ BJP അധികാരത്തിൽ വരുന്ന സമയത്ത് അത്തരത്തിൽ എന്തെങ്കിലും ഒരു മുൻതൂക്കം കോവളത്തിന് കൊടുക്കാനുള്ള എന്തെങ്കിലും ധാരണ ഉണ്ടോ? തീർച്ചയായിട്ടും വരും. വലിയ രീതിയിലുള്ള പാക്കേജ് തന്നെ ഇപ്പം ഉണ്ട്. വലിയ രീതിയിലുള്ള പാക്കേജ് തന്നെ ഉണ്ട്. ഇപ്പം ആദ്യത്തെ ഞാൻ കോവളം ജനിച്ചു വളർന്ന ആളാണ്. ഇപ്പോൾ കോവളം എന്നുള്ള ഡെസ്റ്റിനേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മദർ ഡെസ്റ്റിനേഷനാണ്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഈ ബീച്ചിൽ കൂടെ നിങ്ങൾ നോക്കണം. അവിടെ ഡ്രെയിനേജ് പൊട്ടി ഒഴുകുന്നതും, ഇവിടെ ഈച്ച, പല്ലി, ഇവിടെ അതായത് അവിടുത്തെ നടപ്പാത നോക്കിയാൽ ടൂറിസം എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ ടൂറിസം നശിച്ചു എന്ന് തന്നെ പറയാം. അതിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറഞ്ഞു വന്നൊക്കെയാണ്. ഇവിടെ ഒരു പൊതുവായിട്ടൊരാൾക്കാർ വന്നാൽ ഒരു ശൗചാലയമോ മറ്റു കുളിക്കാനുള്ള സൗകര്യമോ യാതൊരു വിധത്തിലുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത ബീച്ചാണ് ഇത്. കാരണം ഇവിടെ ആൾക്കാർ, ഇവിടെ വിദേശികൾ മറ്റു പല ഡെസ്റ്റിനേഷനിലും പോയിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ളൊരു സാഹചര്യം ആയതുകൊണ്ട് ഇവിടെ ഗസ്റ്റ് വളരെ കുറഞ്ഞു വന്നിരിക്കുകയാണ്. ഈ മേഖലയല്ല, ഏത് മേഖലയും തകർന്നടിഞ്ഞ ഒരു കണ്ടീഷനിൽ നമുക്ക് കാണാം. ഇപ്പോൾ കൈത്തറി മേഖല നോക്കിയാലും അതിൻ്റെ കാര്യങ്ങൾ പോയി, ഏത് മേഖല നോക്കിയാലും കണ്ടാണ്. അപ്പം പിന്നെ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വരുന്നില്ല. അതിന് കാരണം അറിയാമല്ലോ, ഇതെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാത്തിനും വലിയൊരു മാറ്റം
വലിയൊരു മാറ്റം അല്ലെങ്കിൽ ഒരു വികസനം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇനി അതിന് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അത്തരത്തിലുള്ള ഞാൻ ഇറങ്ങുമ്പം വലിയ രീതിയിലുള്ള ഞാനിതാ രാവിലെ ഇറങ്ങിയതാണ്, പക്ഷേ എനിക്ക് ക്ഷീണമില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഭയങ്കര ഒരു സ്വീകാര്യത കിട്ടുകയാണ്. അത് മോദിജി ഫാക്ടർ, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർജി ഫാക്ടറും വലിയ ഇതാണ്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. 2 ലീഡേഴ്സ്, കോൺഗ്രസിൻ്റെ ലീഡർ, അതുപോലെ ഇടതിൻ്റെ ലീഡർ, 2 ലീഡേഴ്സും കൂടെ ഇരുന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ രാജീവ് ചന്ദ്രശേഖർ കൊണ്ട് കഴിയുന്ന ഒരു സബ്ജക്റ്റിനെ പറ്റി ഒരു കാര്യം ചോദിച്ചാൽ, ഒരു വാഗ്ദാനം പറയുകയാണെങ്കിൽ ഈ 2 പേര് പറയുന്നത്, കോൺഗ്രസ് മാർക്സിസ്റ്റും പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കില്ല. പക്ഷേ ചന്ദ്രശേഖർജി ഒരു കാര്യം പറഞ്ഞാൽ അത് പൊതുജനം സ്വീകരിക്കും. കാര്യം പറയുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യാൻ കഴിയും എന്ന് ജനങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കൊടുത്ത ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സ്വീകാര്യത ഉള്ളത്. പിന്നെ മറിച്ച് ഈ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാവും. അതായത് നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുമെന്നല്ല പറയുന്നത്, പക്ഷേ കേരളം ആര് ഭരിക്കും എന്ന് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ തീരദേശ ജനതയാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ പ്രചരണത്തിന് ഇറങ്ങുന്ന സമയത്ത് അവർ സൂചിപ്പിച്ചിട്ടുണ്ടോ? അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉള്ളത്. അവരുടെയാണ് ഒരു അവകാശങ്ങളും അവർക്ക് ഇതുവരെ ഒന്നും ഈ ഫിഷർമാൻ ആയിട്ട്, അതായത് മത്സ്യബന്ധനമായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ബേസിക് അവരുടെ കുടിവെള്ള പ്രശ്നം, മെയിൻ അല്ലേ കുടിവെള്ള പ്രശ്നം. എന്താണ് കുടിവെള്ള പ്രശ്നം പരിഹരിച്ചിട്ടില്ല. ഞാൻ വിഴിഞ്ഞത്തുള്ള ആൾക്കാരുമായിട്ടും ഫിഷർമാനായിട്ടും നല്ല ബന്ധമുണ്ടാണ്. അവിടെ ഞാൻ കൊച്ചായിരുന്നപ്പോൾ തന്നെ ഇരുന്ന് മീൻ വിൽക്കുന്ന അമ്മമാരുണ്ട്, അമ്മച്ചിമാരുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ ഒരു 65-70 വയസ്സൊക്കെ ഉണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അവിടെ പ്രചരണത്തിന് പോയപ്പോൾ കരയാണ്. എടുത്തു പറഞ്ഞ്, മക്കളെ ഞാൻ 30 വർഷം കൊണ്ട് ഇവിടെ ഇതേ ചെയ്യാണ്. അതാണ്ട് ഇവിടെ ഇരുന്ന് നമ്മളൊരു 10-40 പേര് നമ്മൾ മീൻ വിൽക്കുകയാണ്. ഈ പൊരി വെയിലത്ത് ഇരുന്നാണ് മീൻ വിൽക്കുന്നത്. ചെറിയൊരു കൂര, ഒരു ശൗചാലയം ചെയ്തു തന്നാൽ ഇഷ്ടപ്പെടും. ഇനി നമ്മുടെ മക്കളും ഇതല്ലേ അനുഭവിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, എനിക്കിത് ചെയ്യാനായിട്ട് MLA ആവണ്ട, അല്ലാതെ തന്നെ ഞാൻ അതിലേക്കുള്ള സംവിധാനം ചെയ്തു തരാമെന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഭരിക്കുന്നത് ഇവിടെ നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. അപ്പോൾ എന്നെ കൊണ്ട് അത് ചെയ്തു തരാൻ പറ്റും, ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അവർക്ക് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അവരെ വെറും വോട്ട് ബാങ്കായി നിർത്തിയിരിക്കുന്നു, വാഗ്ദാനം മാത്രം കൊടുത്ത് വോട്ട് ബാങ്കായി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ അതും അവർ തിരിച്ചറിയുന്നു. കാര്യം അവരുടെ മക്കളെല്ലാം ഇന്ന് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള പ്രാപ്തി ഇപ്പോൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് വലിയ വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് യങ്സ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള വലിയ ഒരു മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കോവളത്ത് താമര വിരിയും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. 100% വിരിയും. അതിന് കാരണം പറഞ്ഞുതരാം. ഇപ്പോൾ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചു. ഈ കോവളം കോൺസ്റ്റിറ്റ്യുവൻസിൽ 47,000 വോട്ടാണ് പിടിച്ചത്. അതായത് മനസ്സിലാക്കേണ്ടത്, അത് വിജയത്തിൻ്റെ പടി വരെ എത്തിയിരിക്കുന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, ഞാൻ 32,000 വോട്ടാണ് 10 വർഷത്തിന് മുമ്പേ പിടിച്ചത്. ഇന്ന് BJPക്ക് ഇവിടെ 47,000 വോട്ടുണ്ട്. അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇതിൽ 100% ജയിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം തന്നെ BJP ഫാക്ടറും. പിന്നെ നമുക്ക് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങുമ്പോൾ അതിൻ്റെ പൾസ് അറിയാൻ പറ്റും, ഫേസ് ചെയ്യുന്നു, അവളുടെ ബോഡി ലാംഗ്വേജും എല്ലാം അറിയാൻ പറ്റും. വളരെ ഞാൻ വിചാരിച്ചതിൻ്റെ 10 ഇരട്ടി. അത് എല്ലാ സമുദായക്കാരും നോക്കിയാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരിതാണ്. അവർക്കൊരു മാറ്റം വേണം, ഒരു വികസനം വേണം എന്നുള്ളത് ആൾക്കാർ നിശ്ചയിച്ച് കഴിഞ്ഞു. അത് ഈ വരുന്ന 9-ാം തീയതി, ഇപ്പോൾ 9-ാം തീയതി അല്ലല്ലോ, 4-ാം തീയതി, അടുത്ത മാസം 4-ാം തീയതി റിസൾട്ട് അറിയുമ്പോൾ വലിയ വലിയ ഞെട്ടലോടുകൂടിയായിരിക്കും പല രാഷ്ട്രീയ നേതാക്കന്മാരും ഇത് കാണുന്നത്. പല വമ്പൻ രാഷ്ട്രീയക്കാർക്കും ഇതൊരു വലിയ വെല്ലുവിളിയായിരിക്കും എന്നുള്ളതാണ്. പലയിടത്തും ട്രയാങ്കിൾ ഫൈറ്റ് ആയിരിക്കും, പലയിടത്തും സ്ട്രെയിറ്റ് BJPയും ഒന്നേ കോൺഗ്രസ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഫൈറ്റ് ആയിരിക്കും. ഏകദേശം 22ഓളം സീറ്റുകൾ പിടിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പം കാണുന്നത്. കാര്യം ഓരോ 2-3 മാസത്തെ കൊണ്ട് തന്നെ BJPയുടെ വളർച്ച കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസത്തെ വളർച്ചയല്ല, ഈ മാസത്തെ വളർച്ച. അത് ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത്ര ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ആൾക്കാർ നോക്കുന്നത് പൊളിറ്റിക്സിനെക്കാളും കൂടുതൽ എന്താണെന്നറിയോ? വികസനം, മക്കളുടെ ഭാവി, ആര് വന്നാലും ഇവിടെ വികസനം ഉണ്ടാവും എന്നുള്ളത്. അപ്പം വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് രാജീവ് ചന്ദ്രശേഖർ ഊന്നൽ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് 100% വാഗ്ദാനങ്ങളില്ല. BJPക്ക് വാഗ്ദാനങ്ങൾ പറയുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യുന്ന കാര്യങ്ങൾ പ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 100% കേരളത്തിൽ വലിയ ഒരു അലയടി ആയിരിക്കും BJP ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്.
അത്തരത്തിൽ പൂർണ്ണമായ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോവളം മണ്ഡലത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ താമര വിരിയുമെന്ന ഉറപ്പിൽ തന്നെയാണ് ടി.എൻ. സുരേഷ് ഏതായാലും പ്രചരണത്തിന് ഇറങ്ങുന്നത്. ക്യാമറാമാൻ സനിൽകുമാറിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.